Oh, no, 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 no. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്ന? അളിഞ്ഞ ജോസ് പെരേര, അവനും ഏതോ ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞ ഇവരുടെ പേര് പമ്പയോ എന്നൊക്കെയാണ് ഇവരുടെ പേര്. ഇവരും കൂടെ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ നിങ്ങൾ കണ്ടില്ലേ? അതും എവിടെ? കടലിൽ കിടന്നിട്ടാണ് ഇമാതിരി പ്രഹസനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലേശ ഉളുപ്പ്, നാണം ഒന്നുമില്ല. നല്ല തൊലിക്കെട്ടിയാണ് കേട്ടോ. പബ്ലിക്കായിട്ട് ഇമാതിരി പട്ടി ഷോ കാണിക്കുന്നതും പോരാ, അത് പബ്ലിക്കായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ എടുത്തിട്ടിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ എന്താ ഇവര് ഉദ്ദേശിക്കുന്നത്? എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? വൈറലാകാൻ വേണ്ടിയിട്ടാണോ ഇമാതിരി അലവലാതിത്തരം ഒക്കെ കാണിക്കുന്നത്? ഇത് മാത്രമല്ല, ഇതിനപ്പുറത്തെ പരിപാടികൾ ഇവർ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ അതിന്റെ വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം. നടന്നു അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് നടു Oh, no, 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 no. എല്ലാരും കണ്ടല്ലോ. ഈ അലിൻ ജോസ് പെരേരയെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി എന്തോ അലവലാതിത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അലവലാതി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. പിന്നെ ഇവരെയൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയ ഇതുപോലെ താങ്ങിക്കൊണ്ട് നടക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല. അലിൻ ജോസ് പെരേരയുടെ കൂടെ ഇപ്പോ പുതിയതായിട്ടുള്ള ഒരു നായികയാണ് പമ്പ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലവലാദികൾ എന്തൂട്ടാ കിടന്ന് കാണിക്കുന്ന റീൽസ് ചിത്രീകരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്പം മര്യാദ കാണിച്ചുകൂടെ? അവരൊരു ഡോക്ടറാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അവരെ കുറിച്ച് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തൊരു ആഭാസത്തരമാണ് കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ മീഡിയക്കാരുണ്ട് ഇവളുടെ ഈ ഇമാതിരി പ്രഹസനങ്ങള് വീഡിയോ ആക്കി റീൽസിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്തോ കാണിക്കുന്നതിലൊക്കെ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിച്ചുകൂടെ? ആ പെണ്ണിന്റെ വസ്ത്രധാരണം നിങ്ങളൊന്ന് നോക്കിക്കേ. അതും എവിടെ കിടന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഒരു ബീച്ചിലാണ്. കുറെ ഇതുപോലുള്ള ആഭാസത്തരങ്ങളുണ്ട്. കുറെയൊക്കെ നമ്മള് പോട്ടെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ അലവലാദികളുടെ വീഡിയോ ആണ്. അത് കണ്ടതുകൊണ്ട് തന്നെ ഇത് തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കാണുമ്പോൾ പ്രതികരിക്കാതെ വേറെ വഴിയില്ല. നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴത്തേക്ക് കുറെ എണ്ണങ്ങൾ വന്നിട്ട് നമ്മളെ ചീത്ത പറയും. ഇവള് ഇമാതിരിയൊക്കെ അഴിഞ്ഞാട്ടം കാണിക്കുമ്പോ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ഇവരുടെയൊക്കെ ഈ വീഡിയോസിനെയൊക്കെ താഴെ വരുന്ന കമന്റുകൾ ഉണ്ടല്ലോ, എന്റെ പൊന്നോ, പൂരത്തെറിയാണ് കമന്റ് ആയിട്ടൊക്കെ വരുന്നത്. എന്നാലും ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിട്ട് ഇതുപോലെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ബീച്ചിൽ കടന്ന് കാണിക്കുന്നു, ഓടുന്നു, ചാടുന്നു. എന്തുവാ ഇതൊക്കെ? എത്രയൊക്കെ കാണിച്ചാലും വൈറലാകാൻ പോകുന്നില്ല. നമുക്കറിയാം, രേണുസുതി മറ്റേ ആ ഒരു റീലിലൂടെയാണ് വൈറലായത്. ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, ആ ഒരു റീൽസിലൂടെ രേണുസുതി വൈറലായി. അതുപോലെ എല്ലാം ബീച്ചിലേക്ക് അങ്ങ് ഇറങ്ങിയേക്കോ, തുണിയും മണിയും ഒന്നും ഇല്ലാതെ. എങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ രണ്ടക്ഷരം പറയാതെ പോകും? നമ്മളൊക്കെ എത്ര പറഞ്ഞാലും ഇതല്ല, ഇതിന്റെ അപ്പുറം നമ്മൾ നാളെ കാണേണ്ടി വരും. എന്നാൽ നമ്മുടെ ഈ ഒരു ഫ്രസ്ട്രേഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു രീതിയിലെങ്കിലും നമ്മൾ പ്രതികരിക്കണ്ടേ? പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടും, നിങ്ങൾക്ക് ഇതുപോലെ പോകാൻ പറ്റാത്തതിന്റെ അസൂയല്ലേന്ന്. അയ്യയ്യേ, ഇതുപോലെയൊക്കെ പോകുന്നതിൽ ഭേദം പോയി ആ കടലിലേക്ക് ചാടി ചാവുന്നതാ. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയേണ്ടത്? റീൽസ് ഒക്കെ ചെയ്യാം, നല്ല രീതിയിലുള്ള റീൽസ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലതിനെ നല്ലതെന്ന് തന്നെ നമ്മൾ പറയും. പക്ഷെ ഇമാതിരി ആഭാസത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഈ ഒരു പെണ്ണ് കുറെ ആയിട്ട് ഇപ്പൊ അലിൻ ജോസ് പെരേരയുടെ കൂടെ തന്നെയുണ്ട്. ഇമാതിരി അഴിഞ്ഞാട്ടവും കാണിച്ച് നടക്കുകയാണ്. ഇവർക്കൊക്കെ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ? അറിയത്തില്ല. റീൽസ് ചെയ്തുകൊണ്ട് വരുമാനം കിട്ടുമോ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ? ഇതുപോലെ
അതായത് ഇവർ ഇമാതിരിയൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ എടുത്ത് മീഡിയക്കാരെടുത്ത് വീഡിയോ ഇടുന്നുണ്ട്, അവർക്ക് വരുമാനം ഉണ്ടാവാം. ഓ, ഇതൊക്കെ എങ്ങനെ ഒന്ന് നിർത്തലാക്കാൻ പറ്റുന്നത് എങ്ങനെയാ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലിൻജോസ് എന്ന് പറയുന്നവന് ഒരു 10 രൂപയ്ക്ക് പോലും വിവരവും ബോധവും ഇല്ലാത്ത ഒരുത്തനാ. അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ. അതും വെച്ചുകൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നത്? ഇനിയിപ്പോ എന്തെങ്കിലും നല്ലൊരു കഴിവുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അത് അംഗീകരിക്കാം. ഇത് ഒരു കഴിവുമില്ല. ഈ പൊണ്ണത്തടിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കുറെ പെണ്ണുങ്ങളുടെ കൂടെ ഓടുന്നു ചാടുന്നു. ഈ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ കണ്ടു, ദിലീപ് ഒരുങ്ങിയ പോലെ ഒരുങ്ങിയിരിക്കുന്നു. അതിന്റെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. എല്ലാരും കണ്ടു ബോധിച്ചല്ലോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന? ആരാ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ആരാണ്? എന്തെങ്കിലും നല്ല രീതിയിലുള്ള വീഡിയോസോ റീൽസോ അല്ലെ കോമഡി വീഡിയോസോ ഒക്കെ ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇമാതിരി അലവലാതിത്തരം കാണിക്കുന്ന ഈ അലവലാദികളെ ആരെ സപ്പോർട്ട് ചെയ്യാനാണ്? ഇവരുടെയൊക്കെ ഉദ്ദേശം നെഗറ്റീവ് റീച്ചാണ്. അതായത് ഇതുപോലെയൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും. നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരുമാതിരി പട്ടിഷോയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇമാതിരി പട്ടിഷോ ഒക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ശ്രമിക്കുന്ന ഊളകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതൊക്കെ നിർത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സത്യം, സീരിയസ്ലി. ചിലപ്പോൾ ചിന്തിച്ചു പോവാണ്, അതൊക്കെ നിർത്തുവാണെങ്കിലുണ്ടല്ലോ പകുതി പ്രശ്നങ്ങൾ തീരും. കാരണം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ കൊണ്ടൊക്കെ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ കൊണ്ട് വഴിതെറ്റി പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ. സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ നിർത്തലാക്കാമെങ്കിൽ ഇതുപോലുള്ള കുറേ അലവലാതിത്തരങ്ങളൊന്നും നമ്മൾ ആരും കാണേണ്ട. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലുള്ള അലവലാദികളെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.